ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്രം അഥവാ ഗെസ്റ്റാൾട്ട് സൈക്കോളജി പരിസരത്തിൻ്റെ സമഗ്രതയിൽ നിന്നുളവാകുന്ന ഉൾക്കാഴ്ചയാണ് പഠനത്തിന് നിദാനം എന്നതാണ് ഗെസ്റ്റാൾട്ട് സിദ്ധാന്തം അഥവാ ഗെസ്റ്റാൾട്ട് തിയറി. MCQ ടൈപ്പിന് ഡെഫിനിഷൻ ഒന്നും ചോദിക്കില്ലല്ലോ. ജസ്റ്റ് സമഗ്രതാ പഠനം പ്ലസ് ഉൾക്കാഴ്ച പഠനം ഇസ് ഈക്വൽ ടു ഗെസ്റ്റാൾട്ട് സിദ്ധാന്തം അഥവാ ഗെസ്റ്റാൾട്ട് തിയറി എന്ന് ഓർത്തു വയ്ക്കുക. ഇത് മാത്രം ഓർത്തു വച്ചാൽ തന്നെ ഒരുപാട് കൺഫ്യൂഷൻസ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ സമഗ്രതാ പഠനം പ്ലസ് ഉൾക്കാഴ്ച പഠനം ഇസ് ഈക്വൽ ടു ഗെസ്റ്റാൾട്ട് തിയറി. ഓർത്തിരിക്കുക, സമഗ്രതാ പഠനം ഉൾക്കാഴ്ച പഠനം ഇത് തന്നെയാണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സമഗ്രതയ്ക്കാണ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഗെസ്റ്റാൾട്ട് സിദ്ധാന്തം എന്തും അറിയപ്പെടുന്നു, സമഗ്രതാ ദർശനം എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പോൾ ഗെസ്റ്റാൾട്ട് സിദ്ധാന്തം അഥവാ സമഗ്രതാ ദർശനം അല്ലെങ്കിൽ ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്രം എന്നും അറിയപ്പെടുന്നു. സൈക്കോളജിയിലെ ഒട്ടുമിക്ക തിയറീസും അതിൻ്റെ ഉപജ്ഞാതാക്കളുടെ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത് അല്ലേ. എന്നാൽ ഇവിടെ ഗെസ്റ്റാൾട്ട് എന്നത് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ പേര് അല്ല, മറിച്ച് വില്യം വൂണ്ടിൻ്റെ, നമ്മുടെ ഫാദർ ഓഫ് സൈക്കോളജി വില്യം വൂണ്ടിൻ്റെ ഘടനാവാദത്തോടും അന്തർനിരീക്ഷണ സമീപനങ്ങളോടും അതുപോലെ തന്നെ പാവ്ലോവ്, വാട്സൺ തുടങ്ങിയവരുടെ വ്യവഹാരവാദത്തോടുമുള്ള വിമർശനം എന്ന നിലയിൽ ജർമ്മനിയിൽ രൂപം കൊണ്ട് അമേരിക്കയിൽ വളർന്ന ഒരു പ്രസ്ഥാനമാണ് എന്ത് ഗെസ്റ്റാൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു പ്രസ്ഥാനത്തിൻ്റെ പേരാണ്. ഇതിൻ്റെ മീനിങ്, ഗെസ്റ്റാൾട്ടിൻ്റെ മീനിങ് എന്ന് പറയുന്നത് രൂപം, ആകൃതി എന്ന് പറഞ്ഞാൽ ഘടനയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രൂപം, ആകൃതി എന്നതാണ് ഗെസ്റ്റാൾട്ടിൻ്റെ മീനിങ്. അപ്പോൾ ജർമ്മൻ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള മാക്സ് വെർദിമർ, വോൾഫ് ഗാങ് കൊഹ്ലർ, കർട്ട് കോഫ്ക എന്നിവരാണ് ഇതിൻ്റെ പ്രധാന വക്താക്കൾ. വെർദിമർ, കോഹ്ലർ, കോഫ്ക ഈ 3 പേരുമാണ് ഗെസ്റ്റാൾട്ട് തിയറി അല്ലെങ്കിൽ ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൻ്റെ വക്താക്കൾ, പ്രധാന വക്താക്കൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, പ്രത്യക്ഷണത്തെ, പെർസെപ്ഷനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു മനോവിജ്ഞാന ശാഖ എന്നാണ് ഗെസ്റ്റാൾട്ട് സിദ്ധാന്തം അറിയപ്പെടുന്നത്. പ്രത്യക്ഷണത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു മനോവിജ്ഞാന ശാഖ. ഗെസ്റ്റാൾട്ട് സൈക്കോളജിയുടെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് സുൽത്താൻ എന്ന ചിമ്പാൻസിയിലാണെന്ന് എല്ലാവർക്കും അറിയാം. യൂട്യൂബിലൊക്കെ തന്നെ ഇതിൻ്റെ എക്സ്പെരിമെൻ്റ് ഉണ്ട്. കൊഹ്ലർ എക്സ്പെരിമെൻ്റ് എന്ന് സെർച്ച് ചെയ്താൽ കാണാൻ വേണ്ടി പറ്റും. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് കുറേ ചിമ്പാൻസികളെ ഒരു കൂട്ടിനകത്തായിട്ട് ആക്കിയിട്ടുണ്ടാവും. ആ കൂടിൻ്റെ ഒരു ഭാഗത്ത് ഒരു പഴക്കുല കെട്ടി തൂക്കിയിട്ടുണ്ടാവും. അതിനകത്തുള്ള എല്ലാ ചിമ്പാൻസികളും കുറേ ട്രൈ ചെയ്യും, എന്നിട്ട് ആർക്കും കിട്ടില്ല. എന്നിട്ട് മറ്റുള്ളവർ ട്രൈ ചെയ്യുന്നതൊക്കെ നോക്കി ലാസ്റ്റ് എന്ത് ചെയ്യും, സുൽത്താൻ അവിടെയുള്ള ബോക്സ്, അതിനകത്ത് കുറേ ബോക്സസ് ഉണ്ടാവും. അപ്പോൾ ആ ബോക്സ് ഒന്നിനു മുകളിൽ ഒന്നായി വച്ചിട്ട് അതിന് മുകളിൽ കയറി ആ പഴം സ്വന്തമാക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അതായത് സുൽത്താൻ അവിടെ നടക്കുന്ന മറ്റ് ചിമ്പാൻസികളുടെ റിയാക്ഷൻസും ആക്ഷൻസും ട്രയൽസും അവരുടെ ആ ട്രയലിൽ വരുന്ന തെറ്റുകളും ഒക്കെ തന്നെ നോക്കി എല്ലാ കാര്യങ്ങളും സമഗ്രമായി പെർസെപ്ഷന് വിധേയമാക്കിയിട്ടാണ് ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് ആരെത്തിച്ചേരുന്നത്, സുൽത്താൻ എത്തിച്ചേരുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഒരു പ്രതിഭാസത്തിൻ്റെ സമഗ്ര അനുഭവമാണ് പ്രത്യക്ഷണത്തിൻ്റെ അടിസ്ഥാനമായിട്ട് വരുന്നത്. സുൽത്താൻ അവിടെ മറ്റ് ചിമ്പാൻസികളെ എന്തൊക്കെ തെറ്റുകൾ വരുത്തുന്നു, എന്തൊക്കെയാണ് അതിൽ പാകപ്പിഴകളൊക്കെ മനസ്സിലാക്കി ബോക്സസ് അടുക്കി വെച്ച് അതിന് മുകളിൽ കയറിയാൽ എനിക്ക് ആ പഴക്കുല എത്തും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തിച്ചേരുന്നത് എല്ലാ കാര്യങ്ങളും നോക്കി കണ്ട് പ്രത്യക്ഷണത്തിന് വിധേയമാക്കിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഈ പ്രത്യക്ഷണത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു സമഗ്രതയാണ്. എല്ലാ കാര്യങ്ങളും ഒന്നിച്ചു കൊണ്ടുവന്നിട്ടുള്ളതാണ് ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് എത്തിച്ചേരുന്നത്. പഴം സ്വന്തമാക്കാൻ കഴിഞ്ഞത് പ്രശ്ന സന്ദർഭത്തെ സമഗ്രമായി കാണാൻ കഴിഞ്ഞത് കൊണ്ടാണ് എന്നതാണ് ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്രം പറയുന്നത്. ആ കൂട്ടിലെ ചിമ്പാൻസികളുടെ കാര്യം എടുത്താൽ തന്നെ മനസ്സിലാകും, ഓരോ വ്യക്തിയുടെയും ഓരോ ചിമ്പാൻസികളുടെയും ദൃശ്യപ്രപഞ്ചം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമല്ലേ, ഓരോരുത്തരും ഓരോ തരത്തിലാണ് അവിടെ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ വ്യക്തിഗതാനുഭവമാണ്, ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസസ് ആണ് പഠനത്തിൻ്റെ അടിത്തറ നിർണ്ണയിക്കുന്നത് എന്നാണ് ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്രം പറയുന്നത്. അപ്പോൾ വ്യക്തിഗതാനുഭവമാണ്, ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് ആണ് ഓരോ വ്യക്തിയുടെയും പഠനത്തിന് അടിത്തറ നൽകുന്നത് എന്നതാണ് ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്രം പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ വലുതാണ് സമഗ്രത എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാന കാഴ്ചപ്പാട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, വില്യം വൂണ്ടിൻ്റെ ഒക്കെ ഘടനാവാദത്തെയൊക്കെ വിമർശിക്കുന്ന തരത്തിലാണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം വരുന്നത്. അപ്പോൾ ഓരോ ഘട്ടങ്ങൾ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള തിയറിയിലൊക്കെ ഓരോ ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഡെവലപ്പ് ചെയ്ത് വരികയും ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഈ തിയറി ഊന്നൽ നൽകുന്നത് ഓരോ ഭാഗങ്ങളുടെയും ആകെ തുകയേക്കാൾ വലുതാണ് സമഗ്രത എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാന കാഴ്ചപ്പാട്. പഠനം നടക്കുന്നത് അനുബന്ധങ്ങളിലൂടെയല്ല, മറിച്ച് പ്രത്യക്ഷത്തിൽ നടക്കുന്ന പ്രശ്നപരിഹാര ബോധത്തിലൂടെയാണ്. പാവലോവിൻ്റെ തിയറിയിലൂടെ അനുബന്ധങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അനുബന്ധങ്ങൾ കൂട്ടിച്ചേർത്തിട്ടല്ല നമ്മൾ ഇവിടെ പ്രശ്നപരിഹാരത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്നതാണ് ഇവിടെ പറയുന്നത്. കൊഹ്ലർ സുൽത്താൻ എന്ന കുരങ്ങിൽ നടത്തിയ പരീക്ഷണത്തിലൂടെയാണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിന് ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള അടിത്തറ ഉണ്ടായത്. ഓക്കെ, അടുത്ത പോയിന്റ് അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം, ഇൻസൈറ്റ് ലേണിംഗ്, ഉൾക്കാഴ്ച പഠനം എന്നും അറിയപ്പെടുന്നു. ഉൾക്കാഴ്ച പഠനം നടക്കുന്നത് 5 ഘട്ടങ്ങളിലൂടെയാണ്. ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു പോകാം, ആവശ്യമുള്ളവർ നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. ഒന്നാമത്തെ ഘട്ടം സമഗ്ര വീക്ഷണം, സർവേയിങ് ദ ഹോൾ ഫീൽഡ്. രണ്ടാമത്തെ ഘട്ടം പൂർവാനുഭവ സമന്വയം, ഓർഗനൈസിങ് പ്രീവിയസ് എക്സ്പീരിയൻസസ്. തേർഡ്, അംശങ്ങളും പൂർണ്ണവും തമ്മിലുള്ള ബന്ധസ്ഥാപനം, എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻസ് വിത്ത് ദ പാർട്സ് ആൻഡ് ദ ഹോൾ. ഫോർത്ത് വൺ, ദൃശ്യക്ഷേത്രത്തിൻ്റെ പുനഃസംഘടന, റീസ്ട്രക്ചറിങ് ഓഫ് ദ പെർസെപ്ച്വൽ ഫീൽഡ്. ഫിഫ്ത്ത്, പൊടുന്നനെയുള്ള പ്രശ്നപരിഹാരം, സഡൻ ഗ്രാസ്പ് ഓഫ് ദ സൊല്യൂഷൻ ഓഫ് ദ പ്രോബ്ലം. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോപ്പിക്ക് വളരെ ഡ്രൈ ആയി പോവും. സോ നമുക്ക് എക്സാമ്പിളിലൂടെ തന്നെ പറയാം. നമ്മളൊരു സോഫയിൽ ഫോണും പിടിച്ച് ഇരിക്കുവാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പട്ടിയോ പൂച്ചയോ ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കാലിനടുത്ത് വന്ന് ഇരിപ്പുണ്ടാവും അല്ലേ. അപ്പോൾ കുറേ സമയം അവിടെ ഇരുന്ന് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ആ പൂച്ചയെ ചവിട്ടാതെ അതിനുള്ള ഒരു സ്പേസ് ഒക്കെ നൽകിയിട്ട് വേണം ഒരു കണക്ക് കൂട്ടലിലൂടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇവിടെ വെക്കണം എന്നുള്ളതൊക്കെ നമ്മൾ കണക്ക് കൂട്ടിയിട്ടൊക്കെയാണ് നമ്മൾ എഴുന്നേൽക്കുക അല്ലേ. അപ്പോൾ നേരത്തെയുള്ള സമഗ്ര വീക്ഷണത്തിൽ നിന്നും പൂർവാനുഭവത്തിൽ നിന്നും, ഒന്നാമത്തെ സമഗ്ര വീക്ഷണം, രണ്ടാമത്തത് പൂർവാനുഭവം. അപ്പോൾ ഈ 2 ഘട്ടങ്ങളിലൂടെയും നമ്മൾ ആലോചിക്കുമല്ലേ, സമഗ്ര വീക്ഷണം നമ്മൾ നേരത്തെ എങ്ങനെയാണോ സംഭവിച്ചിട്ടുള്ളത്, അപ്പോൾ നമ്മൾ കാല് വെക്കുമ്പോൾ പൂച്ച എന്താണ് ചെയ്യുക എന്നുള്ളതും പൂച്ച എങ്ങനെയാണ് നമ്മുടെ കാലിൻ്റെ അടുത്ത് കിടക്കുക എന്നുള്ളതും എത്രമാത്രം സ്പേസ് എടുക്കുക എന്നുള്ളതും പൂർവാനുഭവത്തിൽ നിന്നും പ്രീവിയസ് എക്സ്പീരിയൻസിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുകയും കാലെവിടെ വെക്കണം എന്നുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവും. ആ പ്രീവിയസ് എക്സ്പീരിയൻസ് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ അതിൻ്റെ റിയാക്ഷനുള്ളത് ആയിരിക്കും എന്ന അംശങ്ങളും പൂർണ്ണവും തമ്മിലുള്ള ബന്ധസ്ഥാപനം. മൂന്നാമത്തെ ഘട്ടം അംശങ്ങളും പൂർണ്ണവും തമ്മിലുള്ള ബന്ധസ്ഥാപന ഘട്ടം. അതെങ്ങനെ നമ്മളോട് റിയാക്ട് ചെയ്യും എന്നുള്ളത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെക്കുന്നു അല്ലേ. മനസ്സിലൂടെ കൃത്യമായി വയ്ക്കുന്നത്, കാലെവിടെ വയ്ക്കുന്നത് എന്നതൊക്കെ നമ്മൾ രൂപപ്പെടുത്തി എടുക്കുന്നു. പൊടുന്നനെ പ്രശ്നപരിഹാരത്തിലേക്ക് എത്തുന്നു. അപ്പോൾ ലാസ്റ്റ് ഘട്ടം പ്രശ്നപരിഹാരത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കാലെവിടെ വെക്കണം, എങ്ങനെയാണ് ഉണ്ടായിരുന്നത് ഒക്കെ ഓരോന്നായി ചിന്തിച്ചിട്ടല്ലല്ലോ കാല് വെക്കാൻ പോകുന്നത്. ഇതൊക്കെ പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളാണ്. ചിന്തയൊക്കെ പെട്ടെന്ന് നടന്ന് നമ്മൾ പൊടുന്നനെയാണ് ആ പ്രശ്നപരിഹാരത്തിലേക്ക് കാല് വെച്ച് എഴുന്നേറ്റ് നടന്നു പോകുന്നു എന്നുള്ള ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ സഡൻ ആയിട്ടുള്ള ഒരു ആക്ഷനാണ് അവിടെ നടക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിൽ വെക്കുക, മനസ്സിലാക്കുക. അന്തർദൃഷ്ടി പഠന സിദ്ധാന്തത്തിന് അല്ലെങ്കിൽ ഉൾക്കാഴ്ച പഠന സിദ്ധാന്തത്തിന് 5 ഘട്ടങ്ങളുണ്ട്, 5 സ്റ്റേജസ് ഉണ്ട്. ഓരോന്നിലൂടെയും കടന്നു പോയിട്ടാണ് നമ്മൾ പ്രശ്നപരിഹാരത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ള, പൊടുന്നനെയുള്ള പ്രശ്നപരിഹാരത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി പറയുന്ന പോയിന്റ്സ് വളരെ വ്യക്തമായി ഓർമ്മയിൽ വെക്കുക. നമ്പർ 1, ഘടകങ്ങൾക്ക് അല്ല സമഗ്രതയ്ക്കാണ് പ്രാധാന്യം. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൽ ഘടകങ്ങൾക്കല്ല സമഗ്രതയ്ക്കാണ് പ്രാധാന്യം. ഉദ്ഗ്രഥിത പഠനത്തിന് ആശയാടിത്തറ. ഒന്നിച്ചു പഠിക്കുന്നു, കാര്യങ്ങളൊക്കെ ഒന്നിച്ചു മനസ്സിലാക്കിയിട്ട് ഉദ്ഗ്രഥിത പഠനത്തിനാണ് ഇവിടെ ഊന്നൽ നൽകുന്നത്. ചിന്തയ്ക്കാണ് പ്രാധാന്യം. കൂടുതൽ കാര്യങ്ങളും ചിന്തിച്ചിട്ട് ഉടനെ പ്രശ്നപരിഹാരത്തിലേക്ക് എത്തിച്ചേരുന്നു. 3 കാര്യങ്ങൾ ഓർത്തു വെക്കുക. അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം 5 ഘട്ടങ്ങളിലൂടെ നടക്കുന്നു. ഘടകങ്ങൾക്ക് അല്ല സമഗ്രതയ്ക്കാണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം ഇമ്പോർട്ടൻസ് നൽകുന്നത്. ഉദ്ഗ്രഥിത പഠനത്തിന് ആശയാടിത്തറ നൽകുന്നു. ചിന്തയ്ക്കാണ് ഇവിടെ പ്രാധാന്യം. അടുത്തത് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന നിയമങ്ങളാണ്. അല്ലെങ്കിൽ നമുക്ക് എന്തും കൂടെ പറയാം, പഠനത്തിലെ സമഗ്രതാ നിയമങ്ങൾ എന്നും നമുക്കതിനെ വിളിക്കാം.
6 നിയമങ്ങളാണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. സാമീപ്യ നിയമം, ലോ ഓഫ് പ്രോക്സിമിറ്റി. രണ്ടാമത്തേത് സാദൃശ്യ നിയമം അല്ലെങ്കിൽ സാമ്യതാ നിയമം, ലോ ഓഫ് സിമിലാരിറ്റി. മൂന്നാമത്തേത് പരിപൂർത്തി നിയമം അല്ലെങ്കിൽ സമ്പൂർണ്ണ നിയമം, ലോ ഓഫ് ക്ലോഷർ. ഫോർത്ത് വൺ ലാളിത്യം, ലോ ഓഫ് സിംപ്ലിസിറ്റി. ഫിഫ്ത്ത് വൺ തുടർച്ചാ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് കണ്ടിന്യൂയിറ്റി. സിക്സ്ത് രൂപപശ്ചാത്തല നിയമം, ലോ ഓഫ് പ്രാഗ്നൻസ് എന്നും പറയുന്നു. ആദ്യത്തെ നിയമത്തിലേക്ക് നമുക്ക് കിടക്കാം. സാമീപ്യ നിയമം, ലോ ഓഫ് പ്രോക്സിമിറ്റി. The objects that are closed to each other are grouped together. അടുത്തടുത്തുള്ളവ കൂട്ടങ്ങളായി തോന്നുന്നു. ഇവിടെ എല്ലാ ഡോട്ട്സ് ഒക്കെ എല്ലാം സെയിം സാധനങ്ങളാണ് അല്ലേ, ഐറ്റംസ് എന്ന് പറയുന്നതെല്ലാം സെയിം ആണ്. എന്നാൽ പോലും അടുത്തടുത്തുള്ളവ, സമീപത്തുള്ളവ, ആ പേരിൽ തന്നെ അതെന്താണെന്നുള്ളത് വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ആ പേര് തന്നെ പഠിച്ചിരുന്നാൽ മതി. സാമീപ്യ നിയമം, സമീപത്തുള്ളവ, അടുത്തടുത്തുള്ളവ കൂട്ടങ്ങളായി തോന്നുന്നു, നമുക്ക് തോന്നുന്നതാണല്ലേ. അപ്പോൾ സാമീപ്യ നിയമം എന്ന് പറഞ്ഞാൽ സമീപം എന്നുള്ള ഒരു വാക്ക് ചോദ്യത്തിലുണ്ടോ, സാമീപ്യ നിയമം ആയിരിക്കും അതിൻ്റെ ആൻസർ. സമീപത്തുള്ളവ, അടുത്തടുത്തുള്ളവ കൂട്ടങ്ങളായി തോന്നുന്നു. സെക്കൻഡ് നിയമം സാദൃശ്യ നിയമം അല്ലെങ്കിൽ സാമ്യതാ നിയമം, ലോ ഓഫ് സിമിലാരിറ്റി. ഐറ്റംസ് ദാറ്റ് ആർ സിമിലർ ടു ഈച്ച് അതർ ആർ ഗ്രൂപ്പ്ഡ് ടുഗെദർ. ഒരേ രൂപസാദൃശ്യമുള്ളവ കൂട്ടങ്ങളായി തോന്നുന്നു. ഇവിടെയും ആ പേരിൽ തന്നെ നമുക്ക് എന്താണെന്നുള്ളത് മനസ്സിലാകും. സാദൃശ്യമുള്ളവ, സാദൃശ്യ നിയമം. സർക്കിൾസ് എല്ലാം ഒരേ രൂപസാദൃശ്യമുള്ള സർക്കിൾസ് ഒക്കെ ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് തോന്നുന്നു. ട്രയാങ്കിൾസ് ഒക്കെ ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് തോന്നുന്നു. അങ്ങനെ ഒരേ രൂപസാദൃശ്യമുള്ളവ കൂട്ടങ്ങളായിട്ട്, ഗ്രൂപ്പുകളായിട്ട് തോന്നുന്നതിനെയാണ് സാദൃശ്യ നിയമം അല്ലെങ്കിൽ സാമ്യതാ നിയമം, സിമിലർ. തേർഡ് വൺ പരിപൂർത്തി നിയമം അല്ലെങ്കിൽ സമ്പൂർണ്ണ നിയമം, ലോ ഓഫ് ക്ലോഷർ. The tendency of our mind to perceive incomplete shapes as a whole figure. വിടവുകൾ നികത്തി പൂർണ്ണതയുള്ള ദൃശ്യമായി കാണൽ. ഇവിടെ എന്താണ് പിക്ചർ എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും ട്രയാങ്കിൾ ആണെന്ന് പറയും. എന്നാൽ ഇവിടെ വിടവുകൾ ഉണ്ടല്ലോ, അപ്പോൾ ട്രയാങ്കിൾ ആണോ എന്ന് നമ്മൾക്ക് തിരിച്ചു ചോദിക്കാം അല്ലേ. അപ്പോൾ വിടവുകൾ നമ്മുടെ മനസ്സിൻ്റെ ഒരു ടെൻഡൻസിയാണ്. വിടവുകളൊക്കെ തന്നെ നികത്തി അതൊരു പൂർണ്ണ രൂപമുള്ള ഒരു ചിത്രമായിട്ട് നമുക്ക് തോന്നുന്നത്, അങ്ങനെ ഒരു ദൃശ്യമായിട്ടാണ് നമ്മൾ കാണാൻ ശ്രമിക്കുന്നത്. അങ്ങനെ വിടവുകൾ നികത്തി പൂർണ്ണതയുള്ള ദൃശ്യമായി കാണുന്നതിനെയാണ് പരിപൂർത്തി നിയമം അല്ലെങ്കിൽ സമ്പൂർണ്ണ നിയമം, ലോ ഓഫ് ക്ലോഷർ. ക്ലോസ് ചെയ്യുന്നതിലെല്ലാം ക്ലോസ് ചെയ്ത് ഒരു പൂർണ്ണതയുള്ള ചിത്രമായിട്ട് കാണുന്നു. വൺ ലാളിത്യം. റിയാലിറ്റി ഷുഡ് ബി ട്രാൻസ്ഫോംഡ് ഓർ ടു റെഡ്യൂസ്ഡ് ഇൻ ടു എ സിംപ്ലസ്റ്റ് ഫോം ആണ്. 5 ഭൂഖണ്ഡങ്ങളെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ 5 ഭൂഖണ്ഡങ്ങളെ നമ്മൾ ഘോരഘോരമായി പഠിക്കുന്നതിലും നല്ലത് 5 വളയങ്ങളായിട്ട് 5 സർക്കിൾസായി തിരിച്ച് പഠിക്കുന്ന. അപ്പോൾ വലിയ കാര്യങ്ങളെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റുന്നത് ആ പേരിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ലാളിത്യം എന്നുള്ളത് ആ പേരിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പം പഠിക്കുന്ന സൈക്കോളജിയായി തന്നെ തിയറീസൊക്കെ ആ തിയറി പോലെ തന്നെ ഉരുവിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മനസ്സിലാവുള്ളൂ. അതിന് സിമ്പിളായിട്ട് എക്സാമ്പിളിലൂടെ പറയുമ്പോൾ നമുക്ക് ഇത്തിരി കൂടെ മനസ്സിലാവും, ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതുതന്നെയാണ് ലാളിത്യം എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഫ്ലോ ചാർട്ടൊക്കെ പഠിക്കുന്ന സമയത്ത് കാര്യങ്ങൾ വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ ഫ്ലോ ചാർട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് തന്നെയാണ്. സിമ്പിൾ ഫോമിലേക്ക്, വലിയ തത്വങ്ങളൊക്കെ സിമ്പിൾ ഫോമിലേക്ക് വരുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറെ കൂടെ ഈസി ആവുന്നു. ഫിഫ്ത്ത് നിയമം തുടർച്ചാ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് കണ്ടിന്യൂറ്റി, തുടർച്ചയുടെ രീതിയിൽ കാണുന്ന രീതി. ഇവിടെ ഡോട്ട്സ് ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇത് ഇങ്ങോട്ടേക്കുള്ള തുടർച്ചയാണെന്ന് മനസ്സിലാവും, എന്നത് ഇങ്ങോട്ടേക്കുള്ള തുടർച്ചയായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതുമല്ലെങ്കിൽ ഇത് ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഓരോരാളുടെ വീക്ഷണകോണം അനുസരിച്ച് ഏത് രീതിയിലേക്ക്, ഏത് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത് തുടർച്ചയായിട്ട് ഇതിൻ്റെ തുടർച്ചയാണെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു. 4 റോഡ് കൂടുന്ന ജംഗ്ഷനിൽ എത്തിച്ചേരുന്ന സമയത്ത് ഈ ഡയറക്ഷനിൽ വന്ന് ഈ ഡയറക്ഷനിൽ പോകുന്ന ആൾക്ക് ഈ റോഡിൻ്റെ തുടർച്ചയാണ് ഇതെന്ന് തോന്നും. എന്നാൽ ഈ ഡയറക്ഷനിൽ വരുന്ന ആൾക്ക് ഇതാണ് ആ റോഡിൻ്റെ തുടർച്ചയാണെന്ന് തോന്നും. എന്നാൽ ഈ ഡയറക്ഷനിൽ വന്ന് ഇങ്ങനെ പോകുന്ന ആൾക്ക് ഇതാണ് ആ റോഡിൻ്റെ ഡയറക്ഷൻ എന്ന് തോന്നും. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി പോകുന്നു, കണ്ടിന്യൂറ്റി, ഇതാണ് അതിൻ്റെ തുടർച്ച എന്ന് തോന്നുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നതിനെയാണ് തുടർച്ചാ നിയമം എന്ന് പറയുന്നത്. അടുത്തത് രൂപപശ്ചാത്തല നിയമം, ലോ ഓഫ് പ്രാഗ്നൻസ് ഓർ ഫിഗർ ഗ്രൗണ്ട് റിലേഷൻ. വസ്തുവിനെ അല്ലെങ്കിൽ ഒരു ചിത്രത്തെ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും വിവേചിച്ചറിയുന്നു. അതോടൊപ്പം പശ്ചാത്തലത്തിനനുസരിച്ച് ഭിന്ന ദൃശ്യങ്ങൾ കാണുകയും ചെയ്യുന്നു. ഇവിടെ ഞാനൊരു പിക്ചർ നൽകിയിട്ടുണ്ട്. ചില ആൾക്കാർക്ക് 2 ഫേസസ് കാണാൻ സാധിക്കും അല്ലേ.
മറ്റു ചിലർക്ക് സെൻട്രലായി ഈ റെഡിൽ കാണുന്ന ചെസ് ബോർഡിൽ കാണുന്ന ഒരു രൂപമായിട്ടോ അല്ലെങ്കിൽ ഒരു ഫ്ലവർ വേസ് ആയിട്ടോ മാത്രം ഇതിനെ കാണാനും പറ്റും. അങ്ങനെ ഓരോ വ്യക്തിയെയും അനുസരിച്ചിട്ടാണ് നമ്മൾ ഭിന്ന ദൃശ്യങ്ങൾ കാണുന്നത്. ഓരോരുത്തരുടെയും പശ്ചാത്തലത്തിനനുസരിച്ച് ഭിന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിനെയാണ് രൂപ പശ്ചാത്തല നിയമം, ലോ ഓഫ് പ്രാഗ്നൻസ് അല്ലെങ്കിൽ ഫിഗർ ഗ്രൗണ്ട് റിലേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഓരോരുത്തരും ചിലവർക്ക് ഫേസ് മാത്രമേ, 2 ഫേസസ് മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നത് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. മറ്റു ചിലർക്ക് ആ റെഡിലുള്ള ചെസ് ബോർഡിലുള്ള ആ രൂപം മാത്രമേ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അത് നമ്മുടെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിനനുസരിച്ചിട്ടാണ് ഉണ്ടാകുന്നത്. അതിനെയാണ് നമ്മൾ രൂപ പശ്ചാത്തലം എന്ന് പറയുന്നത്. നമ്മുടെ മോഡേൺ ആർട്ടെല്ലാം ആ ഒരു ഗണത്തിൽ പെടുന്നതാണ്. വ്യക്തികൾക്കനുസരിച്ച് അതിലുള്ള പിക്ചേഴ്സ് മാറി മാറി വരുന്ന ഓരോ ആൾക്കാരും ഓരോ തരത്തിലാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. അതുതന്നെയാണ് രൂപ പശ്ചാത്തല നിയമം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഇത്തിരി ഡ്രൈ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. എന്നാലും ഒരുപാട് പ്രീവിയസ് ഇയറിൽ ഒരുപാട് ചോദ്യങ്ങൾ ഡയറക്റ്റായിട്ടും അല്ലാതെയും ആപ്ലിക്കേഷൻ ലെവലിലും വന്നിട്ടുണ്ട്. നമ്മുടെ ക്ലാസ് സ്ഥിരമായി കാണുന്നവർക്ക് അറിയാം, നമ്മൾ കേട്ടറ്റിനും LP-UPക്കും വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാറുള്ളത്. അപ്പം നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ സമഗ്രതാവാദ സിദ്ധാന്തവുമായി ബന്ധമില്ലാത്തത് ആര്? ഓപ്ഷൻ എ BF സ്കിന്നർ, ഓപ്ഷൻ ബി കർട്ട് കോഫ്ക, ഓപ്ഷൻ സി വർദിമർ, ഓപ്ഷൻ ഡി കോഹ്ലർ. ആരാണ് സമഗ്രതാവാദ സിദ്ധാന്തവുമായി ബന്ധമില്ലാത്തത്? ആരാണ്? BF സ്കിന്നർ. മറ്റു 3 പേരെയും നമ്മളിപ്പം പഠിച്ചതേ ഉള്ളൂ. സമഗ്രതാവാദ സിദ്ധാന്തം അല്ലെങ്കിൽ ഗസ്റ്റാൾട്ട് തിയറിയുടെ പ്രധാന വക്താക്കളാണ് കോഫ്ക, കോഹ്ലർ, വർദിമർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പഠനം നടക്കുന്നത് ഉൾക്കാഴ്ച കൊണ്ടാണെന്ന് സിദ്ധാന്തിച്ചത് ആര്? ഉൾക്കാഴ്ച പഠനം, ഇൻസൈറ്റ് ലേണിംഗ് എന്ന് സിദ്ധാന്തിച്ചത് ആര്? ഓപ്ഷൻ എ വ്യവഹാരവാദം, ഓപ്ഷൻ ബി ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം, ഓപ്ഷൻ സി ജ്ഞാതൃവ്യവഹാരവാദം, ഓപ്ഷൻ ഡി സാമൂഹിക ജ്ഞാനനിർമ്മിതിവാദം. ഓപ്ഷൻ ബി ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രമാണ് ഉൾക്കാഴ്ച പഠനം സിദ്ധാന്തിച്ചത്. തേർഡ് ക്വസ്റ്റ്യൻ, കൂട്ടിമുട്ടാത്ത വരകൾ ദൂരെ നിന്ന് നോക്കിയാൽ ഒരു വീട് പോലെ തോന്നും. ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തിലെ ഏത് തത്വപ്രകാരമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഓപ്ഷൻ എ തുടർച്ചാ നിയമം, ഓപ്ഷൻ ബി സാമീപ്യ നിയമം, ഓപ്ഷൻ സി സാമ്യതാ നിയമം, ഓപ്ഷൻ ഡി പൂർണ്ണതാ നിയമം. കൂട്ടിമുട്ടാത്ത വരകൾ ദൂരെ നിന്ന് നോക്കിയാൽ ഒരു വീട് പോലെ തോന്നും. ഇതാണ് കൂട്ടിമുട്ടാത്ത വരകൾ കൊണ്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു വീട് എന്ന് പറയുന്നത്. ഇത് ദൂരെ നിന്ന് നോക്കിയാൽ നമുക്ക് ഒരു വീടായിട്ട് സങ്കല്പിക്കാം അല്ലേ? വീടാണെന്ന് തോന്നും. ഇത് ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തിലെ ഏത് തത്വപ്രകാരമാണ് സംഭവിക്കുന്നത് എന്നതാണ് ചോദ്യം. എന്താണ്? പൂർണ്ണതാ നിയമം. എല്ലാ വിടവുകളും നികത്തി പൂർണ്ണതയുടെ രൂപത്തിലേക്ക് ദൃശ്യത്തെ കാണാൻ പറ്റുന്നതാണ് പൂർണ്ണതാ നിയമം. കുറേ ആൾക്കാർ തുടർച്ചാ നിയമത്തിലേക്ക് ചാടിക്കയറി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇത് തുടർച്ചയായിട്ട് പോകുന്നതായിട്ടൊക്കെ തോന്നും. ഇവിടെ നമ്മൾ ഓർക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് വിടവുകൾ നികത്തി ഒരു പൂർണ്ണ ചിത്രമായി നമുക്ക് തോന്നുന്നതാണ് പൂർണ്ണതാ നിയമം, ലോ ഓഫ് ക്ലോഷർ. നാലാമത്തെ ക്വസ്റ്റ്യൻ, അടുത്തിരിക്കുന്ന വസ്തുക്കളെ ഗ്രൂപ്പായി കാണുന്ന നിയമമാണ്? ഓപ്ഷൻ എ സാദൃശ്യം, ഓപ്ഷൻ ബി പൂർത്തീകരണം, ഓപ്ഷൻ സി സാമീപ്യം, ഓപ്ഷൻ ഡി തുടർച്ച. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അടുത്തടുത്തിരിക്കുന്ന, സമീപത്തിരിക്കുന്ന, സാമീപ്യ നിയമം. ഓപ്ഷൻ സി സാമീപ്യ നിയമം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, പഠനത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച സിദ്ധാന്തം പ്രചരിപ്പിച്ചത് കോഹ്ലർ, പാവ്ലോവ്, വൈഗോട്സ്കി, ബ്രൂണർ. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ കോഹ്ലർ ആണ് ഉൾക്കാഴ്ച സിദ്ധാന്തം പ്രചരിപ്പിച്ചത്. സിക്സ്ത് ക്വസ്റ്റ്യൻ, ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തെ പിന്തുടരുന്ന ഒരു ടീച്ചർ ക്ലാസ്സിൽ അനുവർത്തിക്കാത്ത സമീപനം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, അനുവർത്തിക്കാത്ത സമീപനം ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ആശയത്തെ സമഗ്രമായി അവതരിപ്പിക്കൽ, ഓപ്ഷൻ ബി അന്തർദൃഷ്ടി പഠനത്തെ പ്രോത്സാഹിപ്പിക്കൽ, ഓപ്ഷൻ സി പ്രശ്നാപഗ്രഥനത്തിനു സഹായിക്കൽ, ഓപ്ഷൻ ഡി ആവർത്തനത്തിന് ഊന്നൽ നൽകൽ. അപ്പോൾ ആശയത്തെ സമഗ്രമായി അവതരിപ്പിക്കൽ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അന്തർദൃഷ്ടി പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം. ഓപ്ഷൻ സി ആയിട്ടുള്ള പ്രശ്ന അപഗ്രഥനത്തിന്
സഹായിക്കുന്നതും ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്തുമാത്രം നമ്മൾ പഠിച്ചിട്ടില്ല? ആവർത്തനത്തിന് ഊന്നൽ നൽകൽ. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തെ പിന്തുടരുന്ന ഒരു ടീച്ചർ ക്ലാസ്സിൽ അനുവർത്തിക്കാത്ത സമീപനമാണ് ആവർത്തനത്തിന് ഊന്നൽ നൽകൽ എന്നുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ക്ലാസ് ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ ടോപ്പിക്കുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.